വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റാണ് സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന നടുവേദന. മിക്കപ്പോഴും ഇതിന് പഴിചാരപ്പെടുന്നത് സ്പൈനൽ അനസ്തേഷ്യയാണ്. പക്ഷേ സ്പൈനൽ അനസ്തേഷ്യ ആണോ ഇതിനുള്ള കാരണം? ഒരിക്കലുമല്ല. നമ്മളെ കുനിച്ചിരുത്തിയിട്ടോ അല്ലെങ്കിൽ വളച്ച് കിടത്തിയിട്ടോ ഒരു സൂചി കൊണ്ട് നട്ടെല്ലിന് ഇഞ്ചക്ഷൻ വെക്കുന്നു. ആ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂറത്തേക്ക് നമുക്ക് കാൽ അനക്കാൻ പറ്റാണ്ട് വരിക, കാല് ഫുള്ള് തരിച്ചിട്ടുള്ള അവസ്ഥ, ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ ഭാവിയിൽ ഉണ്ടാകുന്ന നടുവേദനയ്ക്കുള്ള കാരണം ഈ സ്പൈനൽ അനസ്തേഷ്യയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നമുക്ക് കുറ്റം പറയാനാവില്ല. ചില പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പെയിൻ ജനറേറ്റേഴ്സ് ഓഫ് ബാക്ക്, അതായത് നടുവേദനയ്ക്ക് കാരണമാകാൻ സാധ്യതയുള്ള ബാക്കിലുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഈ പെയിൻ ജനറേറ്റേഴ്സിനെ ഒന്നും തന്നെ നമ്മൾ ഡയറക്റ്റ്ലി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പൈനൽ അനസ്തേഷ്യ ഒരിക്കലും ഭാവിയിൽ ഉണ്ടാകുന്ന ക്രോണിക് ലോ ബാക്ക് പെയിന് കാരണമാകുന്നില്ല. അപ്പോൾ പിന്നെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവരെല്ലാവരും നടുവേദനയുണ്ട് എന്ന് കള്ളം പറയുകയാണ്? ഒരിക്കലുമല്ല. നമുക്കിതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഗർഭാശയം മുറിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന സർജറിയാണ് സിസേറിയൻ സെക്ഷൻ. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മുറിവ് നമ്മുടെ വയറ്റിലും യൂട്രസിലുമൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ കാലിൽ എവിടെയെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റൈറ്റ് കാലിൽ ഒരു പരിക്കോ മുറിവോ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ആ കാലിലേക്കുള്ള വേദന കൂടുതൽ അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ വെയിറ്റ് ലെഫ്റ്റ് കാലിലേക്ക് കൊടുത്തിട്ടായിരിക്കും നടക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ സാധാരണമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൽ ഇത്രയും വലിയൊരു മുറിവുള്ളപ്പോൾ ആ വേദന അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ബാക്കിലേക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പെയിൻ ജനറേറ്ററായിട്ടുള്ള ബാക്ക് മസിൽസും ഡിസ്കും ഫേസഡ് ജോയിൻറ്റ് സേക്രോയിലിയക് ജോയിൻറ്റ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് സ്ട്രെയിൻഡ് ആവുകയും പേഷ്യൻറ്റിന് ബാക്ക് പെയിൻ ഉണ്ടാവുകയും ചെയ്യും. വയറിലുള്ള സർജറീസ് ആയിട്ടുള്ള ഹെർണിയയ്ക്കും അപ്പൻഡിക്സിനും ഒക്കെ നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് സർജറി ചെയ്യുന്നത്. സോ ആ സമയങ്ങളിലെല്ലാം ഇതുപോലെ പേഷ്യൻറ്റിന് ബാക്ക് പെയിൻ ഉണ്ടായേക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് സിസേറിയൻ സെക്ഷന് മാത്രം കൂടുതലായിട്ട് ഇത് അനുഭവപ്പെടുന്നത്? ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ സർജറികളിലൊക്കെ സർജറിക്ക് ശേഷമുള്ള ഇമ്മീഡിയറ്റ് പീരീഡിൽ പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ബാക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ അതല്ല. ദേ ഹാവ് എ ബേബി ടു ടേക്ക് കെയർ. കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നതിനും ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതിനും പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവർക്ക് ബാക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു. ഇതാണ് ഭാവിയിൽ ക്രോണിക് ബാക്ക് പെയിൻ ആയിട്ട് മാറുന്നത്. സോ ഈ ബാഡ് പോസ്ചർ കൊണ്ടുണ്ടാകുന്ന ബാക്കിനുള്ള സ്ട്രെയിൻ, പ്രഗ്നൻസിയോടനുബന്ധിച്ചുണ്ടാകുന്ന വെർട്ടിബ്രൽ കോളത്തിലുണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ്, പിന്നീട് പ്രഗ്നൻസി സമയത്തും അതിന് ശേഷവും ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ, ബാക്ക് മസിൽസിൻ്റെ വീക്ക്നെസ്, ഇതെല്ലാം തന്നെ ലോ ബാക്ക് പെയിന് കാരണമാകാം. എങ്ങനെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാം? സോ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ പെൽവിക് ഫ്ലോർ എക്സസൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസും കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിസേറിയന് ശേഷമുള്ള സമയത്ത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെയോ പീഡിയാട്രിഷ്യൻ്റെയോ സഹായത്തോടു കൂടി പ്രോപ്പറായിട്ടുള്ള ഫീഡിങ് പൊസിഷൻസ് ചോദിച്ച് മനസ്സിലാക്കുകയും ബാക്കിന് സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിലുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓൾറെഡി നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് ഒരു പെയിൻ ഫിസിഷ്യൻ്റെ സഹായത്തോടു കൂടി ഏത് പെയിൻ ജനറേറ്ററാണ് അഫക്റ്റഡ് ആയിരിക്കുന്നത് മിക്കപ്പോഴും ഒന്നിൽ കൂടുതൽ, ആദ്യം മസിലായിരിക്കാം, അത് പിന്നെ ഡിസ്കിനെ അഫക്റ്റ് ചെയ്യാം, പിന്നെ അത് ഫേസഡ് ജോയിൻറ്റിനെ അഫക്റ്റ് ചെയ്യാം, അതുപോലെ ലിഗമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഒന്നിലധികം പെയിൻ ജനറേറ്റേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സമയത്ത് ഇത് ഓരോന്നും ഏത് ഡിഗ്രി വരെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ പെയിൻ ഫിസിഷ്യന് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഈ തെറ്റിദ്ധാരണ കൊണ്ട് പലപ്പോഴും സ്പൈനൽ അനസ്തേഷ്യയിൽ തീരേണ്ട ചെറിയ ചെറിയ കേസുകളൊക്കെ പേഷ്യൻ്റ് ഭാവിയിൽ നടുവേദന ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കൺസെൻറ്റ് തരാതിരിക്കുകയും അത് ജനറൽ അനസ്തേഷ്യ കൊടുത്ത് വെറുതെ സിറ്റുവേഷൻ എസ്കലേറ്റ് ആവേണ്ട സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. സോ ഈ തെറ്റിദ്ധാരണ മാറാൻ ഈ വീഡിയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.